പിറന്ന മണ്ണിൻ്റെ കണ്ണീർ വിലാപമാണ് നമ്മൾ കാണുന്നത്. ഹൃദയവായ്പകൾ, സ്നേഹവായ്പകൾ, കണ്ണീർ വായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് VS അച്യുതാനന്ദൻ, VS എന്ന രണ്ടക്ഷരം ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു, അമരത്വം പുലുകുന്നു. ഇപ്പോൾ DC ഓഫീസിലേക്കുള്ള യാത്രയാണ്. അവിടെ കുറേ മനുഷ്യർ കാത്തുനിൽപ്പാണ് VSന് അവസാനമായി ഒരു അന്ത്യാഭിവാദ്യം നേരാൻ. ആ വാഹനത്തിനുള്ളിലേക്കെങ്കിലും ഒന്ന് കണ്ണയച്ച്, ആ ചില്ലുകൂട്ടിലേക്ക് ഒന്ന് കണ്ണയച്ച്, ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി ഒരു റെഡ് സല്യൂട്ട് പറയാൻ കാത്തു നിൽക്കുന്ന പരശതം മനുഷ്യർ അവിടെയൊക്കെ ഉണ്ട്, ആ പാതയോരങ്ങളിലൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മളത് പറഞ്ഞതാണ്. ഇന്നലെ നമ്മൾ കണ്ടത് ഈ ദർബാർ ഹാളിന് പുറത്തു നിന്നും വേലിക്കകത്ത് വീട് വരെയുള്ള ഒരു രണ്ട് വശങ്ങളിലുമായി നിരനിന്ന ഒരു ക്യൂ ആയിരുന്നു. എത്ര കിലോമീറ്ററുകൾ വരും എന്ന് ഒരു കൃത്യമായ നിശ്ചയമില്ല. ഒരു പക്ഷേ ഒരു 152 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ക്യൂ. DC ഓഫീസിൽ ഇപ്പോൾ വിജിനുണ്ട്. വിജിൻ 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ പിന്നിട്ട് കാണും. DC ഓഫീസിൽ നിന്ന് VSന്റെ വിലാപയാത്ര വരുന്നത് കാണുന്നുണ്ടോ വിജിൻ? അവിടെ എല്ലാവരും അവിടെ നിൽക്കരുത്, കൂടുതൽ ആളുകളോടും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കൊക്കെ മാറാൻ നേരത്തെ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ എന്നാൽ പോലും DC ഓഫീസിലേക്ക് അവസാനമായി വരുന്നൊരു VSനെ കാണാൻ അങ്ങനെ ഒരു മോഹം ഉള്ളിൽ, അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന പാർട്ടി പ്രവർത്തകരായ കുറേ അധികം മനുഷ്യരുണ്ടാവും. അവർക്ക് അവിടെ നിന്നേ ഒക്കൂ. അങ്ങനെയുള്ള എത്ര പേരുണ്ടാവും വിജിൻ അവിടെ? എത്ര സമയം VS അവിടെ ഉണ്ടാവും? സൈഫുദ്ദീൻ, എന്തായാലും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് നിലവിൽ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഈ പോലീസ് ഗ്രൗണ്ടിൽ മൃതദേഹം അല്പസമയത്തിന് അകം എത്തിക്കാൻ കഴിയുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നുമല്ല. അതിനപ്പുറം ഈ പാർട്ടി ഓഫീസിലും ഒപ്പം തന്നെ വേലിക്കകത്തെ വീട്ടിലും ഒക്കെയായി പൊതുദർശനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇനി ഇങ്ങനെ ഈ പോലീസ് ഗ്രൗണ്ടിലേക്ക് എപ്പോൾ എത്തിച്ചേരും എന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ തന്നെയാണ്. പോലീസ് ഗ്രൗണ്ട് ബാരിക്കേഡുകൾ തീർത്ത്, ഫെൻസിംഗ് തീർത്ത് 2 ഭാഗത്തായി ആളുകളെ ഒക്കെ ഇരുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം VSനോടുള്ള സ്നേഹം എത്രയാണ് എന്നുള്ളത്. വീൽ ചെയറിൽ ഉൾപ്പെടെ എത്തിയ ആളുകൾ ഒക്കെ VSനെ കാണാനായി അവസാനമായി എത്തുന്ന ദൃശ്യങ്ങൾ. അങ്ങനെ VSനോട് സ്നേഹമുള്ള, VS മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും നിയമസഭാ സാമാജികനായിരുന്നപ്പോഴും ഒക്കെ കാട്ടിയ ഓരോ പോരാട്ടങ്ങളുമുണ്ട്. അത് ഒരു പാർട്ടി പ്രവർത്തകൻ, പാർട്ടി നേതാവ് എന്നതിന് അപ്പുറം ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു VSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് VSന് ഇത്രയും ജനകീയ സ്വീകാര്യത ലഭിക്കാനുള്ള കാരണവും. നമ്മൾ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അത് കൂടുതൽ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. കാരണം കേരളം മുഴുവൻ, മലയാളികൾ മുഴുവൻ, ലോകം മുഴുവൻ അത് കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒക്കെ. എന്തായാലും ഇപ്പോൾ നിലവിൽ അവിടെ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നേതാക്കൾ ഒക്കെ എത്തിയിട്ടുണ്ട്, സ്പീക്കർ എത്തിയിട്ടുണ്ട്, മന്ത്രിമാരുണ്ട്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇങ്ങോട്ടെത്തും. അവർക്കൊക്കെ ആയി പ്രത്യേകം സജ്ജീകരണം ആളുകൾ എല്ലാം എത്തുകയും, ഒപ്പം തന്നെ നാട്ടുകാർ, പുന്നപ്രയിലെ ആളുകൾ എല്ലാം എത്തുകയും ഒക്കെ ചെയ്ത് അവർക്കെല്ലാം പൂർണ്ണമായും VSനെ അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടായിരിക്കും ഈ ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാവുക. അതെപ്പോൾ പൂർത്തിയാകും എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ കാണാം സ്പീക്കറും ഒപ്പം തന്നെ മുൻനിരയിൽ ഒരുപ്പുണ്ട്. അങ്ങനെ മന്ത്രിമാർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒക്കെയാണ് ഈ ഭാഗത്ത് ഇരിക്കുക. വളരെ കൃത്യമായ ക്രമീകരണമാണ് നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാവിലെ തന്നെ നമ്മൾ വരുമ്പോഴൊക്കെ കണ്ടതും അതുതന്നെയാണ്. 2 ഭാഗങ്ങളിലായി പ്രവർത്തകർക്കും സാധാരണക്കാർക്കും ഒക്കെ VSനെ കാണാനുള്ള അവസരം ഒരു ഭാഗത്ത് ഒരുക്കുന്നു. പ്രമുഖരായിട്ടുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പുറത്ത് ഈ പോലീസ് ഗ്രൗണ്ടിന് പുറം എന്ന് പറയുന്നത് അതൊരു കടലോര മേഖലയാണ്, കടലിൻ്റെ തീരങ്ങൾ അടിക്കുന്ന മേഖലയാണ്. ആ മേഖലയിൽ ഒരു കടലിന് സമാനമായ രീതിയിൽ ഒരു വലിയ സാഗരമായ രീതിയിൽ ആണ് ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഞാൻ അതുവഴിയാണ് വന്നത്. അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച, അതിലൂടെ നമുക്ക് നടന്ന് ഈ ഗ്രൗണ്ടിലേക്ക് എത്താൻ നാട്ടുകാർ മാത്രമല്ല, അതിനപ്പുറം കേരളത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും എത്തിയ ആളുകൾ
നിലവിൽ VS അന്ത്യാഭിവാദ്യം അവസാനത്തെ അഭിവാദ്യം അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കാഴ്ച തന്നെയാണ് നിലവിൽ കാണുകയും ചെയ്യും. ഒരു പുരുഷാരവും ജനാരവും പൂർണ്ണമായും കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. മിനിഞ്ഞാന്ന് 3 VS-മായി ഉള്ള വിലാപയാത്ര പുറപ്പെട്ടത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ വലിയ ആളുകളുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത്. ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാകില്ല. കാരണം ഒരു ആയിരുന്നു ഇതിനോട് തന്നെയാണ് ഓരോ ആദ്യം ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തൊക്കെ കണ്ടപ്പോൾ ഏകദേശം 1 മണിക്കൂർ നേരം എടുത്താണ് PMG ജംഗ്ഷൻ തന്നെ പിന്നിട്ടത്. 1 കിലോമീറ്റർ മാത്രം ഉള്ള ഭാഗം പിന്നിടാൻ പോലും 1 മണിക്കൂർ നേരം എടുത്തു. പക്ഷെ അത് ഒരു ടൗണിലെ തിരക്കായിരിക്കും, അവിടെയുള്ള ആളുകൾ ഒക്കെ വന്നതുകൊണ്ടുള്ള തിരക്കായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് പട്ടത്തേക്ക് എത്തുമ്പോൾ, അത് കഴിഞ്ഞ് കേശവദാസപുരത്തേക്ക് എത്തുമ്പോൾ, ഉള്ളൂരിലേക്ക് എത്തുമ്പോൾ, ശ്രീകാര്യത്തേക്ക് എത്തുമ്പോൾ, അങ്ങനെ ഓരോ ഭാഗത്തും കൂടുതൽ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയായിരുന്നു. CPM തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ച് വെച്ച കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു VS-ന് അന്തിമവാദം അർപ്പിക്കാൻ. CPM തീരുമാനിച്ച് അറിയിച്ച സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥലങ്ങൾ ഒക്കെ മറികടന്നാണ് ജനങ്ങൾ VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഒഴുകിയെത്തിയതെന്നുള്ളതാണ്. റോഡിന്റെ ഭാഗങ്ങളും അതൊരു 2 മതിലായി മാറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ അങ്ങനെ കണ്ടത്. അതിന് ഏറ്റവും അവസാനമാണ് VS-ന്റെ സ്വന്തം നാട് പുന്നപ്രയിലെ നാട്. ആ പുന്നപ്രയിലെ നാട് VS-ന് അന്ത്യാഭിവാദ്യം ആ പുന്നപ്രയിലെ നാട് VS-ന് അന്ത്യാഭിവാദ്യം നേർന്നുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യങ്ങളുടെ മുഴക്കം ഇപ്പോഴും ഈ ആലപ്പുഴ ടൗണിൽ മുഴുവൻ കേൾക്കാം. ആ മുഴക്കം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് രാവിലെയെന്നോ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാകാൻ പോകുന്നെന്നോ ഒന്നും വ്യത്യാസമുണ്ടായിരുന്നില്ല. കാരണം ആ മുഴക്കം കണ്ണേ കരളെ VS-എ ആര് പറഞ്ഞു മരിച്ചെന്ന്, ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യമാണ് ഉയർന്നിരിക്കുന്നത്. രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു എന്ന് ഉയർക്കെ വിളിക്കുന്ന മുദ്രാവാക്യം ഒരുപക്ഷെ നമ്മുടെ ഈ ക്യാമറ ആംബിയൻസിലും മൈക്കിലുമൊക്കെ ഇപ്പോൾ കേൾക്കാൻ കഴിയും. ആ മുദ്രാവാക്യത്തിന്റെ വിളികളാണ്. VS-ന്റെ മൃതശരീരം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്നും ആയിട്ടില്ല. പക്ഷേ അവർ ഇപ്പോഴും തൊണ്ട പൊട്ടുമാറ് മുദ്രാവാക്യം വിളിക്കുന്നത്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിപ്ലവകാരി, കേരളത്തെ കേരളമാക്കി മാറ്റുന്നതിൽ പങ്കുകൂടി വഹിച്ച ഒരാൾ, അയാൾക്ക് ഈ നാട് യാത്രാമൊഴി നൽകുകയാണ്. അവസാനത്തെ യാത്രാമൊഴിയാണ് അത് എന്ന് അവർ പൂർണ്ണമായും അത് അംഗീകരിച്ചിരിക്കുന്നു. അതിൽ ഇനി മറ്റേതെങ്കിലും തരത്തിൽ ഒരു VS എന്ന നാമത്തെ, VS എന്ന വ്യക്തിയെ ഇനി കാണാൻ കഴിയില്ല. ആ VS എന്നത് ഓർമ്മ മാത്രമായിരിക്കും എന്ന് തീർച്ചപ്പെടുത്തിയുള്ള ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ മുദ്രാവാക്യം വിളിയാണ്. അത് തൊണ്ടകൾ പൊട്ടുന്നു, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ ഒന്നൊന്നും വ്യത്യാസമില്ലാതെ അതങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. ദൃശ്യങ്ങളിൽ കാണാം ഒരു വൃദ്ധയായുള്ളൊരു സ്ത്രീ, അവർ വിളിക്കുന്ന മുദ്രാവാക്യം. അവർക്കൊക്കെ VS ആരാണ് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്ന നിലയിലാണ്. VS എന്ന 2 അക്ഷരം കേരളത്തിന് എന്തായിരുന്നു എന്നത് തീർച്ചയായും തുറന്നു കാട്ടപ്പെടുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് നിലവിൽ നമ്മളൊക്കെ കടന്നു പോകുന്നത്. അതാണ് ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ശരി, VS അവസാനമായി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയാണ്. അല്പസമയം മുമ്പാണ് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത്. DC ഓഫീസിലേക്കുള്ള യാത്രയാണ്. വഴിയിൽ സെയ്ഫ് സൈനുലാബ്ദീനുണ്ട്. സെയ്ഫ്, 3 കിലോമീറ്റർ യാത്ര നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. സാധാരണഗതിയിൽ അത് താണ്ടാൻ ഒരു 10 മിനിറ്റ് മതി. പക്ഷേ വേഗത്തിൽ VS-ന് ഇത്തവണ
കടന്നു പോകൽ എളുപ്പമല്ല. അതുകൊണ്ട് DC ഓഫീസിന് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടുന്ന് കാണാൻ കഴിയുന്നത്? സൈഫുദ്ദീൻ ഇന്നലെ പറഞ്ഞൊരു വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലെ ദേശീയപാതയിലൂടെ 1-ാം നമ്പർ വാഹനത്തിലും പ്രതിപക്ഷ നേതാവിൻ്റെ വാഹനത്തിലുമെല്ലാം VS അച്യുതാനന്ദൻ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന സമയം അത് അധിക സമയം എടുക്കില്ല, ഒരുപക്ഷെ 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2.5 മണിക്കൂറോ ഒക്കെ എടുക്കുമായിരിക്കും. ഇന്നലെ VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് എത്തിപ്പെടാൻ എടുത്ത സമയം 22 മണിക്കൂറാണ്. ആ 22 മണിക്കൂറിനിടയിൽ VSനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലും കാത്തിരുന്നത്. ഞാൻ ഉള്ളത് DC ഓഫീസിന് കുറച്ച് മുന്നോടിയായിട്ടാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ മാത്രമാണ് DC ഓഫീസ് ഉള്ളത്. ആ DC ഓഫീസിന് മുന്നിലേക്ക് നമുക്കിപ്പോൾ പോകാൻ കഴിയുന്ന തരത്തിലുള്ള ജനത്തിരക്കുള്ളത്. ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചതാണ്. VSനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വരുന്നത് ഈ വഴിയിലാണ്. ആ വഴിയിൽ VSനെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. VSനെ അവസാനമായി കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് ചെറുപ്പക്കാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. മതിലിന് മുകളിൽ VSനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എവിടെ നിന്നാ? ചേർത്തല തുറവൂർ. രാവിലെ മുതൽ നിൽക്കുകയാണ്. രാവിലെ 7 മണിക്ക് വന്നാ കണ്ടിട്ടേ പോവുള്ളൂ. VSനോട് അത്രയും സ്നേഹം, അത്രയ്ക്ക് ഇഷ്ടം. ഞങ്ങളുടെ മനസ്സിലാണ് VS. കണ്ടിട്ടേ പോകും. പാലായിൽ നിന്നാണ്. VSനെ പറ്റി കേട്ട് ഉള്ള ഓർമ്മയേ ഉള്ളൂ, പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. എന്നേക്കാൾ വളരെ മൂത്ത ഒരാളാണ്. പാലായിൽ കിടന്നെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ജയിലിൽ കിടന്നെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പൂഞ്ഞാറ് പണ്ട് ഒളിവിലായിരുന്ന സമയത്തൊക്കെ പിടിച്ചെന്ന്. പാലായെപ്പറ്റി പാലായിൽ നിന്ന് VS കുറേ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അപ്പോൾ പാലക്കാരനായതുകൊണ്ട് എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് കാണണമെന്ന് തോന്നി. ഭയങ്കര ഒരു ഇമോഷണലായിട്ട് അറ്റാച്ചുള്ളൊരു പാലായും VSും തമ്മിൽ അത്രയും അറ്റാച്ചുള്ള ഒരാളാണ്. ഭയങ്കര സങ്കടമുണ്ട് എങ്കിലും ഒരു നോക്ക് കാണാൻ ജീവിച്ചിരുന്നപ്പോഴോ കാണാൻ പറ്റിയില്ല. എന്നേക്കാൾ 83 വയസ്സിന് മൂത്ത ആളാണ്. അപ്പോൾ നമുക്ക് ചെറുപ്പമാണ്, നമ്മൾ ന്യൂ ജനറേഷനാണ്. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു ചരിത്ര പുരുഷനെ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ന് കാണും എന്നുള്ളൊരു ചിന്ത. കമ്മ്യൂണിസ്റ്റ് എന്ന സ്നേഹമാണോ VSനോട്, അതോ VSന്റെ നിലപാടിനോടുള്ള സ്നേഹമാണോ? VSനോടുള്ള നിലപാടിനോടുള്ള സ്നേഹമാണ്. അതായത് സമര പോരാളിയാണ് VS. പുന്നപ്പറ സമരവും അതുപോലെ തന്നെ VS എപ്പോഴും പാവങ്ങളുടെ പടത്തലവൻ പോലെ തന്നെയാണ് VS നിലകൊണ്ടിരുന്നത്. അതിൻ്റെയോടുള്ള സ്നേഹമാണ്. കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതല്ല VSനോടുള്ള സ്നേഹം. VS നല്ലൊരു മനുഷ്യനായിരുന്നു. ആ ഒരു സ്നേഹമാണ് കൂടുതലും. VSനോടുള്ള സ്നേഹം അതാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ, CPM കാരൻ എന്ന നിലയിലുള്ള സ്നേഹമല്ല, അല്ലാതെയുള്ള സ്നേഹമാണ് എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത്. വിവിധ ആൾക്കാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് എത്തിച്ചേർന്ന് VSനെ കാണാൻ വേണ്ടി ഇങ്ങനെ വഴിയിൽ നിൽക്കുകയാണ്. ഇതിനപ്പുറത്താണ് DC ഓഫീസ് ഉള്ളത്. പക്ഷെ VSനെ വരുമ്പോൾ ആ തിരക്കിനിടയിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ആൾക്കാർ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. കുറേ ആൾക്കാരുണ്ട്, സ്ത്രീകൾ അടക്കമുള്ളവർ VSനെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. VSനെ കാണാൻ വേണ്ടി എത്തിയതാണോ? അതെ അതെ, VSനെ കാണാൻ. ഇവിടെ നാട്ടുകാരിയാണോ? കുട്ടനാട് മുട്ടാർ പഞ്ചായത്ത് വെളിനാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്. രാവിലെ വന്നതാ? രാവിലെ വന്നതാ. ഞങ്ങളെന്നാ ഒരു വെള്ളം കുടിക്കാന്ന് വിചാരിച്ച് കടയിലോട്ട് കയറിയതാ. VSനോടുള്ള സ്നേഹം കൊണ്ട്